അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, നിങ്ങളുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുത്, ദീനിൽ കുഴപ്പമുണ്ടാക്കരുത്, ഫിത്ന ഉണ്ടാക്കരുത്, ഫസാദ് ഉണ്ടാക്കരുത്, നിങ്ങൾ ഒരു ഒന്നും ഉണ്ടാക്കരുത്. നിങ്ങളെ മുൻഗാമികളായിരിക്കുന്ന മഹത്തുക്കൾ ജീവിച്ചത് എങ്ങനെയാണെങ്കിൽ, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കണം. ഹഖ്ക തുഖാത്തി, നിങ്ങളെ മുൻഗാമികളായിരിക്കുന്ന നേതാക്കന്മാരെങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെയാണ് അവർ ദീൻ പഠിപ്പിച്ചത്, എങ്ങനെയാണ് അവർക്ക് നമ്മളെ വളർത്തിയെടുത്തത്, ആ രീതിയിൽ നിങ്ങളും ജീവിക്കണം. ഫലാ തമൂതുന്ന, ഈ ഒരു അവസ്ഥയില്ലാതെ, ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കാതെ നിങ്ങൾ ആരും തന്നെ മരിച്ചു പോകരുത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്ന ഈ നിലയിലല്ലാതെ നിങ്ങൾ ആരും മരിച്ചു പോകരുത്. മരിച്ചു പോയാൽ ജനങ്ങൾ മോശം പറയുന്ന ഒരവസ്ഥ നിങ്ങൾ ഉണ്ടാവരുത്. എല്ലാവരും നല്ലത് പറയുന്ന ഒരു മനുഷ്യനായിക്കൊണ്ട് മാറണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. കണ്ടോ, ഈ രീതിയിലാണ് നിങ്ങൾ മരിക്കേണ്ടതെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിക്കൊണ്ട് നമ്മളോട് വിളിച്ചു പറയുന്നു. ഇതാണ് ഒരു മനുഷ്യന് വേണ്ട അവസ്ഥ എന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വഹാബത്തിന് ഇതാണ് പഠിപ്പിച്ചത്. മാനലൈഹി വസ്വഹാബി, ഇതാണ് ഞാനും എൻ്റെ സ്വഹാബത്തും ജീവിച്ചതായിരിക്കുന്ന വഴി, ഞാനും എൻ്റെ സ്വഹാബത്തും പോയതായിരിക്കുന്ന വഴി ഈ വഴിയാണ്. ഇതാണ്, ഇങ്ങനെയാണ് ദീൻ പഠിപ്പിച്ചത്, ഇങ്ങനെയാണ് ദീനെ ഉൾക്കൊണ്ടത്, ഇങ്ങനെയാണ് നാട്ടിലെ മസ്ലഹത്തുണ്ടാക്കിയത്, ഫിത്നകൾ ഇല്ലാതെയാക്കിയത്. കണ്ടോ, അതുപോലെ മാനലൈഹി വസ്വഹാബി, ഇതാണ് ആ പറഞ്ഞതായിരിക്കുന്ന പൊരുള്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ പൊരുൾ. അപ്പൊ ഈ അവസ്ഥ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അവരൊക്കെ മരിച്ചുപോയ രീതി എങ്ങനെയാണ് നിങ്ങളുടെ മുൻഗാമികളായിരിക്കുന്ന മഹത്തുക്കൾ ഇവിടുന്ന് മരിച്ചുപോയത്, അതുപോലെ നിങ്ങളും മരിച്ചു പോണം. അല്ലേ, നമ്മൾ അവരൊക്കെ പേരിൽ റളിയല്ലാഹു അൻഹു ചെല്ലുന്നില്ലേ, തർദിയത്ത് നമ്മൾ ചെല്ലുന്നില്ലേ, നമ്മൾ മരിച്ചുപോയ നേതാക്കന്മാരെ പേരിലൊക്കെ. എന്തുകൊണ്ട് നമുക്കത് ചെല്ലാതിരിക്കാൻ കഴിയൂല? അങ്ങനത്തെ ജീവിതമാണ് അവർ നമുക്ക് കാണിച്ചു തന്നതായിരിക്കുന്ന മേഖല, അങ്ങനത്തെ സ്നേഹമാണ് അവര് നമ്മളോടൊക്കെ കാണിച്ചു തന്നത്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആ മഹത്തുക്കൾ, നേതാക്കളായിരിക്കുന്ന മഹത്തുക്കളൊക്കെ പോയതുപോലെയല്ലാതെ നിങ്ങൾ ആരും തന്നെ മരിച്ചു പോകരുത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ ദയവോട് കൂടിയിട്ട് ഓമന പേര് വിളിച്ചുകൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, കരളിന്റെ കഷ്ണങ്ങളെ എന്ന് നമ്മൾ ഉച്ചരിക്കുന്ന ഒരു പ്രയോഗമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉച്ചരിച്ചത്. അങ്ങനത്തെ കരളിന്റെ കഷ്ണങ്ങളായിരിക്കുന്ന മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ ഓർമ്മയോടുകൂടി ജീവിക്കണം. ഫലാ ഹഖ്ക തുഖാതിഹി, നിങ്ങളെ മുൻഗാമികൾ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചതെങ്കിൽ അതുപോലെ നിങ്ങളും ജീവിക്കണം. എന്നിട്ട് നിങ്ങൾ ആ രീതിയിൽ അവർ മരിച്ചതുപോലെ മരിക്കണം. അല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ ആരും ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈ രീതിയിലില്ലാതെ നിങ്ങൾ ആരും മരിച്ചു പോകരുത് എന്ന്, ഒരാളും മരിച്ചു പോകരുത്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്. അപ്പൊ അതുകൊണ്ട് ബഹുമാനികളെ, സമയം വളരെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാണ് നമുക്ക് വേണ്ടത്. ഈ നില ഒരവസ്ഥയാണ് ഏത് നാട്ടിലും നമുക്ക് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി വൈസിലും മറ്റേലും വകുപ്പിലും ഒന്നും കുഴപ്പവും ഫിത്തനയും ഉണ്ടാക്കേണ്ട കാലമല്ല. ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പൊ ഓരോരുത്തരും അവരുടെ സ്വന്തം അവസ്ഥയിലേക്ക് ചിന്തിച്ചുകൊണ്ട് വാന്തിന് അഷീറത്തക്കല്ലക്രബീൻ എന്ന് പറഞ്ഞ അടുത്ത കുട്ടി അവരവർക്ക് നഫക ഉജൂബായ ചെലവ് കൊടുക്കൽ ഉജൂബായവരുടെ കാര്യം മാത്രം നോക്കി അവരെ രക്ഷപ്പെടുത്താനുള്ള വഴി. അതിനിപ്പോ നമുക്ക് കയ്യിലല്ലേ മക്കളെന്നാക്കാനും ഭാര്യനെന്നാക്കാനും അല്ലേ? ചിലപ്പോ ഓരോരുത്തർ കണ്ടില്ലേ വിഷമം പറയുന്നു.
അപ്പൊ ഇങ്ങനത്തെ ഈ കാലഘട്ടമാണ്. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ പാർട്ടി ഉണ്ടാക്കണ്ടയോ അങ്ങനത്തെ ഒന്നൊരു സമയമല്ല, അല്ലെങ്കിൽ മറ്റേ പാർട്ടിനെ ആക്ഷേപിക്കേണ്ട ടൈമല്ല. അതൊക്കെ കഴിഞ്ഞു പോയി. നമുക്ക് അതിനൊന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് നമ്മളെ കുടുംബങ്ങൾ പിന്നെ യായുല്ലദീനാമനു കൂഅംഫുസക്കും വഅലൈക്കും നാറ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ് നമ്മളും നമ്മളെ കുടുംബങ്ങളും കുട്ടികളും മക്കളും നമുക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമായവരെ രക്ഷപ്പെടുത്തേണ്ട കടമ നമുക്കുണ്ട്. അത് അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ആ രീതിയിലുള്ളതായ ഒരു ജീവിതം ഒരു മേഖലയാണ് ഇന്ന് ഈ ലോകത്ത് നമുക്ക് ഏറ്റവും ആവശ്യം. അപ്പൊ നമ്മളൊക്കെ എന്താണ് വേണ്ടത്? നമ്മൾക്ക് അടങ്ങി ഒതുങ്ങി നമ്മളെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും നമ്മളെ ജമാഅത്തിലും മേഖലയിലും ഒക്കെ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് നല്ലൊരു മനുഷ്യന്മാര് എന്ന് പറയപ്പെടുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല മനുഷ്യന്റെ സിഫത്ത് നമുക്ക് കാണിച്ചെന്ന് പറഞ്ഞു തന്നു. അതിൽപ്പെട്ട ഒരു ജീവിത രീതിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. എന്നാൽ അല്ലാഹു നമുക്ക് പിന്നെ അള്ളാഹുവിന്റെ പൊരിച്ചം നമുക്കുണ്ടാവും. എന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. നിങ്ങൾ ഈ രീതിയിൽ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ അള്ളാഹുവിന്റെ അടിമകളായിട്ട് അള്ളാഹു അസ്റഫുൽ ഖൽഖിന്റെ ഉമ്മത്തീങ്ങളായിട്ട് മുഅ്മിനീങ്ങളായിക്കൊണ്ട് മുസ്ലിമീങ്ങളായിക്കൊണ്ട് ദീനിന്റെ മേഖലകളൊക്കെ നല്ല നിലയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നിസ്കാരം അല്ലേ, നിങ്ങള് മരിക്കുന്ന സമയത്തും വസിയത്ത് ചെയ്ത് നിസ്കാരത്തിന്റെ കാര്യത്തില് അള്ളാഹുവിന്റെ റസൂലിന് രോഗം പിടിച്ചിട്ട് രോഗം ശക്തമായ സമയത്തും നടന്നിട്ടും പിന്നെ മേറാബിലേക്ക് പോകാൻ കഴിയാത്ത സമയത്തും പോകാൻ ഉദ്ദേശിക്കും. പക്ഷേ ബോധക്ഷയം വരും. പിന്നെ ബോധം വരുമ്പോൾ നിസ്കാരം എന്തായി? നിസ്കാരത്തിന്റെ കാര്യം എന്താണ് ഇവിടെ എന്തായത്? അപ്പൊ നബിയെ തങ്ങളെ കാത്തിരിക്കുകയാണ്, നബിയെ തങ്ങളെ കാത്തിരിക്കുകയാണ് നബി എന്ന് പറഞ്ഞുകൊണ്ട് അസ്റഫുൽ ഖൽഖ് 4-5 പ്രാവശ്യം നിസ്കരിക്കാൻ വേണ്ടി മെഹ്റാബിലേക്ക് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ വീണ്ടും ബോധക്ഷയങ്ങൾ ഉണ്ടാകുന്ന സംഭവം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്യുന്നു അല്ലേ. ഇതാണല്ലോ നിസ്കാരം പ്രത്യേകിച്ച്. അത് നമ്മളെ ഇസ്ലാമിന്റെ ചിഹ്നം. നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മരിച്ചു പോയ കബറിൽ കൊണ്ടു ചെന്നാലും ആദ്യം ചോദിക്കപ്പെടുന്ന നിസ്കാരത്തെ സംബന്ധിച്ച് നിസ്കരിച്ചോ? നീ നിസ്കരിക്കുന്ന മുസ്ലിമാ അല്ലാത്ത മുസ്ലിമാ? നിസ്കരിക്കാത്ത മുസ്ലിം എന്തിനാ? നമ്മൾക്ക് ഒന്നിനും പറ്റാത്ത മുസ്ലിം. അപ്പൊ നമ്മക്കിപ്പോ നിസ്കരിക്കുന്ന മുസ്ലിം ആയതാണ് കൊണ്ടാണല്ലോ നമുക്ക് ഈ കാണുന്ന ചൊർക്ക് അല്ലെ, ഈ സദസ്സിന്റെ ചൊർക്ക്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മേഖല ഇങ്ങനത്തെ ഈ രീതിയിലായിട്ട് നല്ല നിലയിലായിട്ട് നല്ല മനുഷ്യന്മാരായിട്ട് അള്ളാഹു നമ്മളൊക്കെ അള്ളാഹു നിലനിർത്തി തരട്ടെ. അപ്പോൾ സമയം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വേറെയും വലിയ പരിപാടിയൊക്കെ ഇവിടെ നടക്കാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ മുഅ്മിനീങ്ങൾ, നമ്മളിവിടെ ഞാനും നിങ്ങളാരും ചൂഷണം ചെയ്യാൻ വന്നതല്ല. ഞാൻ നിങ്ങൾക്ക് ഈ ദീൻ പറഞ്ഞു തരാൻ വന്നതാണ്. ദീനിൻ്റെ മേഖലയാണ് എൻ്റെ മേഖല. ഞാൻ ഏത് നാട്ടിൽ പറഞ്ഞ് ദീനിൻ്റെ പേരിൽ ഞാൻ പോയാലും അവിടെ ദീനുണ്ടാക്കുക, അത് അള്ളാഹുവിനോട് പറഞ്ഞിട്ട് നല്ല നിലയിൽ ശോഭിപ്പിച്ചിട്ട് നല്ല റാഹത്തിലായി ജനങ്ങൾക്കത് ഏൽപ്പിച്ചു കൊടുക്കുക, ജനങ്ങളെ ഏൽപ്പിക്കുക, തിരുപ്പതിപ്പെടുത്തുക എന്നുള്ള മേഖലയാണ് എൻ്റെ മേഖല. അപ്പോൾ അള്ളാഹു അൽഹംദുലില്ലാഹ് അതിവിടെ നമുക്ക് അള്ളാഹു ഏകദേശം ആ മേഖലയോടെ പൂർത്തിയാക്കി തന്നു. ഇനി നമുക്ക് വലിയ ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ നമുക്കതാണ് വേണ്ടത്. നമുക്കൊന്നുമില്ല, നമുക്ക് മരിച്ചു പോയാൽ നശിച്ചു പോകാത്ത തീർന്നു പോകാത്തൊരു സമ്പാദ്യമാണ് ഈ പറയപ്പെട്ട സംഗതി, ഈ ദീനിൻ്റെ മേഖല. അതുകൊണ്ട് അത് നല്ല നിലയിൽ അതിന് വേണ്ടിയിട്ട് ജീവിക്കാനും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയിൽ ദീനിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിനെ നിലനിർത്താനും അതിനെ സഹായിക്കാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പടച്ചവനെ റഹ്മുറഹിമായ തമ്പുരാനെ ഈ സദസ്സിൻ്റെ ഈ മഹത്തായിരിക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നതിന് നീ കായ്പാക്കല്ലേ പടച്ചവനെ. റഹ്മുറഹിമായ തമ്പുരാനെ, ഞങ്ങളെ ഈ സന്തോഷമായിരിക്കുന്ന ഈ ദീനിൻ്റെ മേഖല എന്നും ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ തമ്പുരാൻ. പടച്ചവനെ, യഥാർത്ഥമായിരിക്കുന്ന ഒരു മുസ്ലിമായി ജീവിച്ച് യഥാർത്ഥ മുസ്ലിമായി
കൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, നിന്റെ മഹാന്മാര് മഹത്തുക്കൾ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ പാതയിലൂടെ ഞങ്ങൾക്ക് ചലിക്കാനുള്ള തൗഫീക്ക് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ദീനിനെ നീ സഹായിക്കണേ തമ്പുരാനെ. ദീനിനെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ദീനിനെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാൻ. പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഇവിടെ ജീവിക്കാനുള്ളതായിരിക്കുന്ന ഒരു തൗഫീക്ക് നീ നിലനിർത്തി തരണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ നീ കായ്പാക്കല്ലേ തമ്പുരാനെ. ഞങ്ങളുടെ സംഭാവനകൾ നീ സ്വീകരിക്കണേ തമ്പുരാൻ. വളരെ പ്രയാസപ്പെട്ടതായിരിക്കുന്ന സംഭാവനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പടച്ചവനെ. അതിനൊക്കെ ഓരോരുത്തർക്കും അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ തമ്പുരാൻ. പടച്ചവനെ, തോനെ എടുത്തു പറയാൻ സമയമില്ലാത്തത് കൊണ്ട് റഹിമുറഹിമായ തമ്പുരാനെ, എല്ലാം നീ അറിയുന്നവനാണ്. റഹിമുറഹിമായ തമ്പുരാനെ, അറിഞ്ഞുകൊണ്ട് വേണ്ടുന്ന പ്രതിഫലം അവർക്ക് നീ കൊടുക്കണേ തമ്പുരാനെ. ആയിരങ്ങളായിക്കൊണ്ട് ലക്ഷങ്ങളാക്കിക്കൊണ്ട് വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. എല്ലാ രോഗങ്ങളും ശുഭിയാക്കണേ തമ്പുരാനെ. എല്ലാ ആപത്ത് മുസീബത്തുകളും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. പടച്ചവനെ, നിന്റെ ദീനിന്റെ നൂറ്, നിന്റെ ദീനിന്റെ പ്രകാശം ഞങ്ങളുടെ നാട്ടിൽ നീ നിലനിർത്തണേ തമ്പുരാനെ. റഹിമുറഹിമായ തമ്പുരാനെ, ഇത് പൂർത്തിയായിട്ട് ഈ പ്രകാശം നിലനിർത്തിയിട്ട് ഇത് പൂർത്തിയായിരിക്കുന്ന രീതിയിൽ കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ തമ്പുരാനെ.